ചന്ദ്രൻ നീ അല്ലാതെ പിന്നെ ആരെനിക്ക്? നീ സെറ്റാക്കാതെ വെച്ചിട്ട് പോയാണ്. ചന്ദ്രിമാമി നിങ്ങൾക്ക് നല്ലൊരു കൂട്ടാണല്ലേ അമ്മ? കൂട്ടല്ല, കോട്ടം. ഇവളത്ര വലിപ്പില്ലേ വേറെ മഷിട്ട് നോക്കിയാൽ കാണൂല. നമ്മളെ കാണാൻ ചേച്ചി വിളിക്കും, കാണാതിരിക്കുമ്പോഴേ വേറെ വല്ലതും ചേർത്തായിരിക്കും വിളിക്കണത്. ചേച്ചി ഫോൺ കട്ടാക്കിയിട്ട് എന്നെ അഭിസംബോധന ചെയ്യേച്ചി. കട്ടായില്ല. അയ്യോ ചന്ദ്രി, നീ അല്ലാതെ പിന്നെ ആര്? കള്ളച്ചി, ഞാൻ അങ്ങോട്ട് വരട്ടെ. ചന്ദ്രി പാവമാണ്. കട്ടായപ്പോ സാർ ഞാൻ ബാംഗ്ലൂർ അടയ്ക്കാം സാർ. കുറച്ച് സമയം തരണം, 1 മാസമെങ്കിലും. താങ്ക് യു സാർ, താങ്ക് യു. എന്റെ പട്ടി അടയ്ക്കും. ഓന്റെ ബാങ്ക് മാനേജർ അല്ലേ, അല്ലാതെ പ്രധാനമന്ത്രി ഒന്നുമല്ലല്ലോ. അവന്റെ ഒരു ചപ്രാച്ചി വിൽക്കും മറ്റൊരു കോലം. ജലജ, നാളെ തന്നെ ലോൺ അടയ്ക്കണം. കട്ടായില്ല സാർ, കുറച്ച് സാവകാശം തരണം. എന്റെ ചപ്രാച്ചി വികാണ് സത്യം, തരില്ല സാർ. ശരി, ഞാൻ വിളിക്കാം. ഞാൻ രഘുചേട്ട വന്നാട്ടെ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. എന്തായി, പൈസ കിട്ടിയാ? ശരവണന് 40,000 തരണമെന്നുണ്ടായിരുന്നു, പക്ഷെ 20,000 രൂപ തന്നോളൂ. എങ്ങനെ തരും? അവരൊരു മുതവി ഭാര്യ ഉണ്ടല്ലോ, ഒരു തൊമ്പ്രച്ചി നശൂലം പിടിക്കാനായിട്ട്. നിങ്ങളെ കണ്ണെടുത്താ കണ്ടുകൂടാ. നിങ്ങളിപ്പൊ പറഞ്ഞൊന്ന് മാറ്റി പറയാൻ പറ്റുമോ? നീ ഫോണ് കട്ട് ചെയ്തില്ലായിരുന്ന? ശരവണനാ ലൈനില്? അല്ല, ഭാര്യ. നിങ്ങളെ നേരത്തെ പറഞ്ഞ ശരവണന്റെ ഭാര്യ തൊമ്പ്രച്ചി സ്പീക്കിംഗ്. എടേ, നിന്നെ ഞാൻ ഉണ്ടല്ലേ. എന്റെ പ്രശ്നമല്ല, ഫോണിന്റെ കംപ്ലൈന്റ് ആണ്.